നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവരാണ് അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളിൽ നടന്നിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാകാം, നടക്കാൻ പോകുന്ന ആഗ്രഹങ്ങളുണ്ടാകാം, ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതിയിട്ടുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകാം. അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ആഗ്രഹം ഒരു കാര്യത്തിലൂടെ നടന്നാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ എൻ്റെയും ഒരാഗ്രഹം നടന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇതേപോലെ നടക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകാം. ഇതുമൂലം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാലോ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എങ്ങനെയാണ് ആ ആഗ്രഹം നടത്തിയെടുത്തത് എന്നല്ലേ നമുക്ക് നോക്കാം. ഇപ്പോൾ യൂട്യൂബിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് 12-12 എന്നതിൻ്റേത്. എന്താണ് ഇത്? ഏഞ്ചൽ നമ്പറായാണ് 12-12 കണക്കാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളെയും സഹായിക്കുന്ന ഒരു നമ്പറായി ഇതിനെ കാണുന്നു. അതുകൊണ്ടാണ് ഇതിന് ഏഞ്ചൽ നമ്പർ എന്ന് പേര് വന്നത്. ഈ 12-12 എന്ന അത്ഭുത സംഖ്യ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ നടക്കാത്ത ആഗ്രഹം നടത്തിയെടുക്കുവാൻ സാധിക്കുന്നത്? ഒരുപാട് ചിലവൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ. ഫലമുണ്ടായ തീർച്ചയായും കമന്റ് ചെയ്യണം. എന്താണ് ഈ 12-12 എന്നത് നോക്കാം. എങ്ങനെയാണ് ഈ 12-12 എന്ന വിദ്യ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായി വ്രതശുദ്ധിയുടെയോ നോയമ്പിന്റെയോ അങ്ങനെ യാതൊരു ആവശ്യവുമില്ല. ഇതിനായി തിരഞ്ഞെടുക്കേണ്ട സമയം രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെയുള്ളതിനിടയ്ക്കുള്ള എപ്പോഴെങ്കിലുമാണ്. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ഏത് സമയവും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. 6 മണിക്ക് മുൻപോ 7 മണിക്ക് ശേഷമോ ഇത് ചെയ്യാൻ പാടില്ല. രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെയുള്ളതിനിടയ്ക്കുള്ള സമയം മാത്രമേ ഇതിനു വേണ്ടി ഉപയോഗിക്കാവൂ. ഇതിനു വേണ്ടി നീലയോ പച്ചയോ മഷി വേണം ഉപയോഗിക്കുവാൻ. വേറെ കറുത്ത മഷിപ്പേനയോ ചുമല മഷിപ്പേനയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പച്ചയോ നീലയോ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയം ഈ പേന ഉപയോഗിച്ച് നിങ്ങളുടെ കൈകളിൽ മോതിര വിരലിൽ, ഇടതു കൈയുടെ മോതിര വിരലിൽ നടുഭാഗത്തായി 12-12 എന്ന് എഴുതുക. 12-12 എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ആദ്യത്തെ 12 എഴുതിയതിനു ശേഷം കോമയോ കുത്തോ വരയോ സ്പേസോ ഒന്നും പാടില്ല. അതിനോട് ചേർന്ന് തന്നെ അടുത്ത 12 എഴുതുക. ഇനി നമ്മൾ 1 വരച്ചു, 2 എഴുതി, 1 എഴുതി, 2 എഴുതി, ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ തെളിഞ്ഞില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ മേളിലൊന്ന് കറുപ്പിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒറ്റ തവണ മാത്രമേ എഴുതുവാൻ പാടുള്ളൂ. ചെറുതായി തെളിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ ഒന്നും കൂടി അതിനെ കറുപ്പിച്ചാൽ അത് വീണ്ടും എഴുതുന്നതായിട്ടാണ് കൂട്ടുക. അങ്ങനെ ഒരിക്കലും ഇതിന് പാടില്ല. ആകെ ഒരേ ഒരു തവണ മാത്രമേ നമ്മുടെ മോതിര വിരലിൽ 12-12 എന്ന് എഴുതാൻ പാടുള്ളൂ. ഇത് എഴുതിയതിനു ശേഷം നമ്മുടെ വിരലുകളിലേക്ക് ആ എഴുതിയതിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ആഗ്രഹം മനസ്സിൽ നന്നായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് നടക്കും, അതെനിക്ക് നേടിയെടുക്കാൻ സാധിക്കും, അതിന് എന്ത് കഠിനാധ്വാനവും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, ഇത് ഞാൻ ഇത്ര ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി ഇതിനു വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും അത് സാധിച്ചു തരുവാനായി നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ വളരെ പോസിറ്റീവായി അത് നേടിയെടുക്കാൻ സാധിക്കും, അത് കിട്ടുമെന്നുള്ള വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ മോതിര വിരലിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ശേഷം അരമണിക്കൂറോളം, നമ്മൾ എഴുതുന്ന സമയം മുതൽ അരമണിക്കൂർ ഈ എഴുതിയത് നമ്മുടെ കയ്യിൽ നിന്നും മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക. അതിനുശേഷം കഴുകിക്കളയേണ്ടതിൻ്റെയോ ഒന്നും യാതൊരു ആവശ്യവുമില്ല. സാധാരണ പോലെ അത് മാഞ്ഞു പോയിക്കോട്ടെ. പക്ഷേ അരമണിക്കൂർ സമയം നമുക്ക് വേണ്ടിയ സമയമാണ്. അതൊരിക്കലും ആ സമയത്ത് നമ്മുടെ എഴുതിയത് മായ്ച്ചു കളയുവാനോ മായ്ഞ്ഞു പോകാതിരിക്കുവാനോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഈ കാര്യം തുടർച്ചയായ 21 ദിവസം ചെയ്യണം. ഇനി നിങ്ങൾ ഇത് ചെയ്യുന്ന ദിവസം, നമ്മൾ ഇന്ന് തുടങ്ങി നാളെ ചെയ്തു, അടുത്തൊരു ദിവസം നമ്മൾ മറന്നുപോയി, ഈ 21 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം നമ്മൾ എഴുതാൻ മറന്നു പോയെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം തൊട്ട് തുടങ്ങണം. മുടങ്ങിപ്പോയതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എഴുതുകയാണെങ്കിൽ ആ ദിവസം വേണം പിന്നീട് 1 എന്ന് കൂട്ടാൻ. അന്ന് മുതൽ വീണ്ടും 21 ദിവസം എഴുതണം. അതേപോലെ തന്നെ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ. എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കയ്യിൽ ഇത് എഴുതിയതിനു ശേഷം
പറഞ്ഞതുപോലെ തന്നെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം നടക്കുവാനായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയാൽ അത് വീണ്ടും ട്രൈ ചെയ്യുക. തുടർച്ചയായി നിങ്ങളിങ്ങനെ ആത്മാർത്ഥതയോടുകൂടി 21 ദിവസം ചെയ്തു നോക്കൂ. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫലമുണ്ടാകും. ഇത് ഉറപ്പായ കാര്യമാണ്. നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ 12 എന്ന് സെർച്ച് ചെയ്താൽ ഇതുമൂലം ഫലം കിട്ടിയ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാം. അതിൻ്റെ കമൻറ്റുകൾ പരിശോധിച്ചാൽ ഫലം കിട്ടിയില്ല എന്നതിൽ കൂടുതൽ ഫലം കിട്ടി എന്നുള്ള കമൻറ്റുകൾ കാണാം. ഫലം കിട്ടാത്തതിൻ്റെ കാരണം നിങ്ങൾ ചെയ്യുന്നത് പ്രോപ്പർ അല്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നതാണ് അതിനർത്ഥം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായും ഫലം നിങ്ങൾക്കുണ്ടാകും. ഒരു കാര്യം ആഗ്രഹിക്കുക മാത്രം ചെയ്ത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് നടക്കാൻ സാധ്യതയില്ല. ഏതൊരു കാര്യവും ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വളരെയധികം കഠിനാധ്വാനവും ചെയ്യണം. എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞതൊന്ന് ചെയ്തു നോക്കിയതിന് ശേഷം ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.